ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഏങ്ങണ്ടിയൂർ വിനായകന്റെ മരണത്തിൽ പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താൻ തെളിവില്ലെന്ന ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VA ഉല്ലാസാണ് റിപ്പോർട്ട് നൽകിയത്. മഴ മാറിയതോടെ തൃശൂർ കുന്നംകുളം റോഡിൽ പൊടിശല്യം രൂക്ഷം. റോഡിലെ കുഴികളിൽ തള്ളിയ കോറി വേസ്റ്റാണ് യാത്രക്കാർക്ക് ദുരിതമായത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. കാക്കാതിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. അകമലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വനപ്രദേശത്തോട് ചേർന്നുള്ള വീടുകളുടെ പറമ്പിലാണ് ആനയിറങ്ങിയത്. ഓണപരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ്. സെപ്റ്റംബർ 3 മുതൽ 12 വരെ ഓണപരീക്ഷ നടക്കും. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി റിവേഴ്സ് ലൂയിസ് തുറന്ന വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഏങ്ങണ്ടിയൂർ സ്വദേശി വിനായകന്റെ മരണത്തിൽ പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താതെ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി VA ഉല്ലാസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 2017 ജൂലൈ 17 വിനായകനെ പിടിച്ചുപറി കുറ്റം ആരോപിച്ച് പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിറ്റേന്ന് വീടിന് മുന്നിൽ വിനായകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. പോലീസുകാരായ സാജൻ, ശ്രീജിത്ത് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാവില്ലെന്നാണ് റിപ്പോർട്ട്. വിനായകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത് പിടിച്ചുപറി കേസിൽ കുറ്റസമ്മത മൊഴി നേടിയെടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് ആത്മഹത്യാ പ്രേരണയാകില്ലെന്ന് കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കേസ് CBI അന്വേഷിക്കണമെന്ന് വിനായകന്റെ പിതാവ് ആവശ്യപ്പെട്ടു. കുഴികൾ അടയ്ക്കാൻ കൊണ്ടിട്ട കോൺക്രീറ്റ് മിശ്രിതം ഉണങ്ങിയിളകിയതോടെ കുന്നംകുളം കേച്ചേരി റോഡിൽ പൊടിശല്യം രൂക്ഷം. ബസ്സുകളിലും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുമാണ് രൂക്ഷമായ പൊടിശല്യം അനുഭവിക്കുന്നത്. മഴ നിന്നപ്പോൾ പൊടിശല്യം രൂക്ഷമായ തൃശൂർ കുന്നംകുളം റോഡിലെ തൂവാനൂരിൽ കോടമഞ്ഞിറങ്ങുന്ന കാഴ്ച പോലെയാണ് കോൺക്രീറ്റ് പൊടി പാറിക്കളിക്കുന്നത്. റോഡിലെ കുഴികൾ അടയ്ക്കാനെന്ന പേരിൽ കുഴികളിൽ തള്ളിയ ക്വാറി വേസ്റ്റ് വെയിലത്ത് പാറിപ്പറക്കുകയാണ്. കുഴികൾ കൊണ്ട് നിറഞ്ഞ റോഡിലെ യാത്ര ദുരിതമായി തുടരുകയാണ്. പൊടി ശ്വസിച്ച് പല യാത്രക്കാർക്കും ശ്വാസമുട്ട് അനുഭവിക്കുകയാണ്. മഴ മാറി നിന്ന സാഹചര്യത്തിൽ ടാറിംഗ് നടത്തി കുഴികൾ അടയ്ക്കാൻ ശ്രമിക്കാതെ പൊടി ശ്വസിച്ച് മരിക്കുവാനാണ് ചൂണ്ടൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന തങ്ങളുടെ വിധിയെന്ന് യാത്രക്കാർ പറയുന്നു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സംസ്ഥാന സർക്കാർ 59 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ കുഴികളടച്ച് ടാറിംഗ് നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുവാനാണ് പണം ഉപയോഗിക്കേണ്ടതെന്നും കുഴികളടയ്ക്കാൻ ക്വാറിപ്പൊടിയിട്ട് റോഡ് മുഴുവൻ പൊടി പാറിക്കുവാനല്ലെന്ന് അധികൃതരും കരാറുകാരനും തിരിച്ചറിയണമെന്നും നാട്ടുകാർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. പെരിഞ്ഞനം, കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കാതിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനോലി കനാലിന്റെ പഴയ കടവിലാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇവിടെയാണ് വഞ്ചി അടുത്തിരുന്നത്. കോട്ടപ്പുറം, കണ്ടശങ്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചരക്കുകൾ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ തൃപ്രയാർ, ഏനാമാവ്, കയ്പമംഗലം എന്നിവിടങ്ങളിലായി 3 ബോട്ട് ജെട്ടികളാണ് നിർമ്മിക്കുന്നത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് നിർമ്മിക്കുന്നത്. ഇതിനോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട്. 90 ലക്ഷം രൂപയാണ് പദ്ധതി തുക. ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. 3 ബോട്ട് അടുക്കുന്ന കേന്ദ്രങ്ങൾ, ചരക്കെടുക്കുന്ന കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നാണ് തീരുമാനിക്കപ്പെട്ടുള്ളത്. അതിൽ ആദ്യത്തെ കേന്ദ്രത്തിന്റെ പണിയാണ് ഇപ്പോൾ കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തിന്റെ സംയുക്തമായി നടുവിലായി ഇപ്പോൾ ആരംഭിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 3 മീഡിയം മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കുക എന്നുള്ളതാണ്. ജില്ലയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ്. കോൺട്രാക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ വേഗത്തിൽ അദ്ദേഹം ഇത് പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കനോലി കനാലിലും നമ്മുടെ നാട്ടിലുള്ള വികസനത്തിനും ഒരു പുതിയ മാർഗമായി ഇത് മാറട്ടെ. TCV, കയ്പമംഗലം.
അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രിയിലാണ് അകമല വനപ്രദേശത്തോട് ചേർന്നുള്ള വീടുകളുടെ പറമ്പിൽ ആനയെത്തിയത്. പുങ്ങുന്നത്ത് ബാബുവിന്റെ വീട്ടുവളപ്പിലെത്തിയ ആന വാഴകൾ നശിപ്പിച്ചു. ഒരു തെങ്ങ് മറിച്ചിട്ടിട്ടുണ്ട്. ഈ മേഖലയിൽ സ്ഥിരമായി ആനശല്യമുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു. ഓണപരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ്. ഓണപരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ നടത്താനാണ് തീരുമാനം. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജസ് കോഴ്സ് നടത്തുമെന്നും അറിയിപ്പിലുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തും എന്നാണ് അറിയിപ്പ്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും സ്കൂൾ ഒളിമ്പിക്സിന്റെയും ശാസ്ത്രമേളയുടെയും തീയതിയും സ്ഥലവും വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 3 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിലും, ശാസ്ത്രമേള നവംബർ 14 മുതൽ 17 വരെ ആലപ്പുഴ ജില്ലയിലും നടക്കും. ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ലൂയിസ് തുറന്ന വെള്ളം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കി. ഇന്ന് വൈകിട്ട് 5 വരെയും നാളെയും മറ്റന്നാളും രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയുമാണ് വാൽവ തുറന്നുവിടുന്നത്. സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതുമൂലം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കഴിഞ്ഞ 10 ദിവസം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ സൈന്യം ദൌത്യം പൂർത്തിയാക്കി മടങ്ങി. 500 അംഗ സംഘമാണ് കേരളത്തിലെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങി മടങ്ങിയത്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ സേനാംഗങ്ങളാണ് മടങ്ങിയത്. ദുരന്തമുഖത്ത് ഓടിയെത്തി കൈമൈ മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും ചേർന്ന് യാത്രയയപ്പ് നൽകി. NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് സേനാംഗങ്ങളുടെ രക്ഷാദൌത്യം തുടരും. അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 403 ദുരന്ത പ്രദേശത്ത് നാശനഷ്ടം സംഭവിച്ച വസ്തുവകകളുടെ കണക്കെടുപ്പ് തുടങ്ങി. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി വയനാടിന് പ്രത്യേക സഹായം പ്രഖ്യാപിക്കും എന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ യുവാവ് പിടിയിൽ. മാള കുരുവിലശ്ശേരി സ്വദേശി താനിയത്ത് പറമ്പിൽ റിസ ബാബുവിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പുറം മുസ്ലിംസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന കോസി കഫേ എന്ന സ്ഥാപനത്തിൽ നിന്നും 2000 രൂപയാണ് ഇയാൾ കവർന്നത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് വെള്ളത്തേരി സ്വദേശി ജാബിർ, കൈതമാട്ടം സ്വദേശി തൌഫീഖ് എന്നിവരെയാണ് SI U മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 90 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. MDMA, കഞ്ചാവ് എന്നിവ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് മുൻപും ഇവരെ പിടികൂടിയിരുന്നു. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമത്തിലൂടെയാണ് വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരാനിരിക്കെയാണ് പ്രഖ്യാപനം. ഗുസ്തിയിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോഗട്ടിനെ ഫൈനലിന് മുൻപ് അയോഗ്യയാക്കിയ നടപടി ഇന്ത്യയ്ക്ക് കടുത്ത ആഘാതമായിരുന്നു. 50 കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിനേഷിന്റെ ശരീരഭാരം 100 ഗ്രാം കൂടുതലാണെന്ന് പറഞ്ഞാണ് മത്സരത്തിൽ നിന്ന് വിലക്കിയത്. അളഗപ്പ നഗർ വെണ്ടൂർ ശ്രീ ഭുവനേശ്വരി നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന പണം കവർന്നു. ശ്രീകോവിലും നാഗത്തറയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരങ്ങളാണ് പൊളിച്ചത്. നാഗത്തറയ്ക്ക് മുൻപിൽ നിന്ന ഭണ്ഡാരം കുത്തി തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3 മാസം മുൻപാണ് ഭണ്ഡാരത്തിലെ പണം എണ്ണി തിട്ടപ്പെടുത്തിയത്. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്ന് വഴിക്ക് തന്നെ അമ്പലത്തിനുള്ളിൽ കയറി നോക്കാറുണ്ട്, ഭണ്ഡാരങ്ങളൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഒരു 10ന്റെ നോട്ട് അവിടെ പകുതി പോയി കിടക്കുന്നു അവിടെ. അപ്പോൾ ഞാനതെടുത്ത് ശാന്തിജി ഇത്തോളം ശാന്തിരി അതിന് പോയത്. പക്ഷെ നോക്കിയപ്പോൾ ഭണ്ഡാരത്തിൽ ദ്രവിച്ചതിൻ്റെ പകുതിയാണ്. അപ്പോൾ അത് കണ്ട വഴിക്ക് ഞാൻ ഭണ്ഡാരത്തിൽ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ്
അത് പൊടിഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ശാന്തിനെ വിളിച്ച് കൊടുത്തു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പം തന്നെ അപ്പുറത്തെ നാഗത്തിൻ്റെ അവിടെ പോയി അവിടെ നിന്നപ്പോഴും അത് പൊളിച്ചെടുക്കുക. ബംഗാൾ മുൻ മുഖ്യമന്ത്രി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തുടർച്ചയായ 11 വർഷം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. 2000 മുതൽ 2011 വരെ 3 തവണകളായാണ് മുഖ്യമന്ത്രിയായത്. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പത്മഭൂഷൺ നൽകിയെങ്കിലും അദ്ദേഹം അത് നിരസിച്ചത് ശ്രദ്ധ നേടിയിരുന്നു. എളനാട്ടിൽ ഒന്നിലേറെ ഉരുൾപൊട്ടലുണ്ടായതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. തിരുമണി കോളനി പ്രദേശത്തെ വാഴാട് തിരുമണി സാംസ്കാരിക നിലയം, എളനാട്ടിലെ മണ്ണാത്തിപ്പാറ എന്നിവയുടെ പരിസരങ്ങളിലാണ് ഉരുൾപൊട്ടലുകളുണ്ടായത്. പ്രദേശത്തെ 14 ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുകയുണ്ടായി. മുൻ വർഷങ്ങളിലും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ മലയോര ഗ്രാമമായ എളനാട്ടിലുണ്ടായിട്ടുണ്ട്. തിരുമണി സാംസ്കാരിക നിലയത്തിന് പിൻവശത്തെ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ തന്നെ മുൻകരുതലായി ആളുകൾ മാറി താമസിച്ചു. ഈ ഭാഗങ്ങളിൽ വലിയ പാറകൾ ഒഴുകിയെത്തിയെങ്കിലും വൻമരങ്ങളിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മണ്ണാത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് രണ്ടാമത്തെ തവണയാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. 2018 ആദ്യം ഉരുൾപൊട്ടിയത്. തുടർന്ന് സമീപത്തെ മുളങ്കാട് ചിറയിൽ കല്ലും മണ്ണും ചെളിയും അടിഞ്ഞ് ഭാഗികമായി നിറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ചിറയുടെ മറുഭാഗവും നികന്നു. ചിറ ഉള്ളതുകൊണ്ട് താഴത്തെ ഭാഗത്തെ വീടുകൾ സുരക്ഷിതമായി. TCV ന്യൂസ്, ചേലക്കര. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ ഓവർബ്രിഡ്ജ് ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് കെയറയിൽ തയ്യാറാക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി PWD ഇൻവെസ്റ്റിഗേഷൻ വിംഗ് 60 മീറ്റർ വീതിയിൽ ടോപ്പോഗ്രാഫിക് സർവേ വർക്കുകൾ പൂർത്തിയാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് PWD ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർ ഡിസൈൻ വിഭാഗത്തിന് സമർപ്പിച്ചു. റെയിൽവേയുടെ അംഗീകാരത്തിനായി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് തയ്യാറാക്കുന്നതിനായി കേരയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നൽകിയ കൊട്ടേഷന് നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് അംഗീകാരം നൽകിയതായി MLA പറഞ്ഞു. 5.586 കിലോമീറ്റർ നീളത്തിലും 23 മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. യുവകലാസാഹിതി UK-യുടെ 1ാം തോപ്പിൽ ഭാസി പുരസ്കാരം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥിന്. കേരളത്തിനകത്തും പുറത്തും ധാരാളം വേദികളിൽ ശക്തമായ സാന്നിധ്യമാണ് ഗോപിനാഥ്. തുള്ളൽ എന്ന കലയെ ജനസമൂഹത്തിൽ എന്നും ശക്തമായ സാന്നിധ്യമായി നിലനിർത്തുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പങ്കുകൂടി കണക്കിലെടുത്താണ് ഈ പുരസ്കാരം നൽകുന്നത്. ഞായറാഴ്ച യുവകലാസാഹിതി UK കൺവെൻഷനിൽ പുരസ്കാരം സമർപ്പിക്കും. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PS രാധാകൃഷ്ണന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TS മായാദാസ്, ജയൻ മംഗലം എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ അനുസ്മരിച്ച് കൊളാഷ് ഒരുക്കിയ ആലത്തൂർ ALP സ്കൂൾ വിദ്യാർത്ഥികൾ. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് കൊളാഷ് ഒരുക്കിയത്. അധ്യാപകരായ MS കാവ്യ, CG അനൂപ് എന്നിവർ നേതൃത്വം നൽകി. ഹെഡ് മിസ്റ്റേഴ്സ് PM ജിൻസ, ഇരിങ്ങാലക്കുട BRC കോർഡിനേറ്റർ ആൻസി തങ്കച്ചൻ, KM അപർണ, S ഗോവിന്ദ്, TR കൃഷ്ണപ്രിയ എന്നിവർ കൊളാഷ് പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. വെള്ളം കയറിയ പ്രദേശങ്ങളിലുള്ളവർ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. മഴക്കെടുതിയിൽ വെള്ളം കയറിയ പ്രദേശത്തുള്ളവർക്കാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും എലിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഡോക്സിസൈക്ലിൻ കഴിക്കണം. ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് ആഴ്ചയിലൊരിക്കൽ 200 മില്ലിഗ്രാം ഗുളികയാണ് കഴിക്കേണ്ടത്. വെള്ളപ്പൊക്കവേളയിൽ എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലുള്ള എലിപ്പനി രോഗാണുവായ ലെപ്റ്റോസ്പൈറ മണ്ണിലും വെള്ളത്തിലും കലരാം. ഈ മണ്ണും വെള്ളവുമായി സമ്പർക്കമുണ്ടാകുന്നവർക്ക് രോഗമുണ്ടാവാൻ സാധ്യത ഏറെയാണ്. പനി, നടുവേദന, കൈകാലുകളിൽ വേദന, പേശിവേദന, കണ്ണിൽ മഞ്ഞനിറം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കരുത്. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 12 വയസ്സിൽ താഴെയുള്ളവർ എന്നിവർക്ക് പാർശ്വഫല സാധ്യതയുള്ളതിനാൽ ഡോക്സിസൈക്ലിൻ ഗുളികകൾ നൽകാറില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. TCV തൃശൂർ. വയനാടിന്റെ വീണ്ടെടുപ്പിനായി NSAയുടെ ബസ് സർവീസ്. NSA സൺസിന്റെ 5 ബസ്സുകളിൽ ഇന്ന് നടത്തുന്ന സർവീസിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട് ദുരിതബാധിതർക്ക് നൽകും.
മുളങ്ങുന്നത്തുകാവ് ശങ്കരൻചിറയിലെ അശാസ്ത്രീയ കുന്നിടിക്കലിനെതിരെ മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി വിമല ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി കെ മുകുന്ദൻ, ട്രഷറർ എം എൻ ലീലാമ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ബാലചന്ദ്രൻ, ഐ കെ മണി, ടി സത്യനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നിടിക്കലിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. നമ്മൾ കൂളിമുട്ടത്തുകാർ UAE പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂളിമുട്ടം വില്ലേജ് പ്രദേശത്തെ വിവിധ ഇടങ്ങളിൽ കോൺവെക്സ് മിററും ദിശാ ബോർഡും സ്ഥാപിച്ചു. പൊക്ലായി ഡബിൾ പോസ്റ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലോക കേരള സഭാ അംഗം EK സലാം അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വാർഡ് അംഗം EK ബിജു, നമ്മൾ കൂളിമുട്ടത്തുകാർ UAE പ്രസിഡന്റ് സഞ്ജയ് സച്ചിത്ത് എന്നിവർ പങ്കെടുത്തു. പ്രതികരിച്ചുള്ള ആളുകൾ അവിടെ കണ്ടത് 500 പേർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 500 പേരെ വേണ്ട വിധത്തിൽ നമുക്കൊന്ന് പരിഗണിച്ച് കാര്യങ്ങളൊന്ന് ആലോചിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രോജക്റ്റുകളും നമ്മുടെ ഈ മതിലകത്തിന് നിർവഹിക്കപ്പെടാൻ ശക്തിയുള്ള, ശേഷിയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ. ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തൃപ്രയാറിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് PN സുചിന്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബബിൽനാഥ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. 400-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് കവുങ്ങ് തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MK ജോ, സ്വപ്ന പ്രദീപ്, ES സുരേഷ്, സുധീഷ് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ അധ്യാപിക ഡോക്ടർ M ദിവ്യയാണ് പുസ്തകം തയ്യാറാക്കിയത്. പ്രൊജക്ട് കോർഡിനേറ്ററും മലയാളം അധ്യാപികയുമായ ബിന്ദു, ഹെഡ്മാസ്റ്റർ MG സജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മറ്റത്തൂർ വാസുപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് കൊടികയറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ബിനോയ് നേരെപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ബിനു പടയാട്ടി, ലിപ്സൺ ചെരുപ്പറമ്പിൽ, റിൻഡോ ഉദനിപ്പറമ്പിൽ, ജനറൽ കൺവീനർ ജോയ് അന്തിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സാഹിത്യ സെമിനാറും ശില്പശാലയും നടന്നു. പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സാഹിത്യ സെമിനാർ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന MM ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ TK അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ സുഗതൻ വെങ്കിടങ്ങ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലിയോ, മുല്ലശ്ശേരി ഉപജില്ലാ AO ഷീബ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത വെള്ളച്ചാട്ടത്തിന് നടുവിൽ പോറൽ പോലും ഏൽക്കാതെ നിന്ന അതിരപ്പള്ളിയിലെ ഷെഡ് ഇക്കുറിയും വിനോദസഞ്ചാരികൾക്ക് അത്ഭുതമായി. കാലവർഷത്തിന്റെ കലിതുള്ളലിൽ ദിവസങ്ങളോളം നിന്ന വെള്ളത്തിന്റെ കുലം കുത്തിപ്പാച്ചിൽ. തെക്ക് വടക്ക് പാറക്കെട്ടിലൂടെ വെള്ളം താഴേക്ക് കുതിച്ചു ചാടിയിട്ടും 6 തേക്കുകാലുകളിൽ നിർമ്മിച്ചിരിക്കുന്ന VSS പ്രവർത്തകരുടെ കാവൽപ്പുരയ്ക്ക് ഇക്കുറിയും കോട്ടം സംഭവിച്ചില്ല. ഷെഡിന് ഇരുഭാഗത്തുകൂടിയും വെള്ളമൊഴുകി. ശക്തമായ വെള്ളച്ചാട്ടമാണെങ്കിലും മറ്റെല്ലാം പഴയപടിയായി. ഇവിടുത്തെ ഷെഡിന്റെ പ്രവർത്തനവും പാമ്പൻ പാലത്തിന്റെ ഉറപ്പാണെന്ന് പറയുന്ന ഇതിന്റെ നിർമ്മാണത്തിൽ തെല്ലും അതിശയോക്തിയില്ലെന്നതാണ് വാസ്തവം. അതിരപ്പള്ളിയിലെ VSS പ്രവർത്തകരുടെ കൂർമ്മബുദ്ധിയിൽ 2005-ലാണ് ഷെഡ് കെട്ടിയത്. വെള്ളച്ചാട്ടം സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് ഷെഡ് കെട്ടിയുണ്ടാക്കുമ്പോൾ ഒരു സൂത്രവിദ്യ പ്രയോഗിച്ചു എന്ന് മാത്രം. വെള്ളച്ചാട്ടത്തിന് മുകളിൽ 2 നീളൻ പാറകൾ നൽകുന്ന സംരക്ഷണത്തിലാണ് ഷെഡ് നിർമ്മിച്ചത്. വലിയ തോതിലെത്തുന്ന വെള്ളം ഈ പാറയിൽ തട്ടി വഴി മാറുന്നതാണ് ഇവിടത്തെ പ്രത്യേകത. 2018-ലെ പ്രളയത്തിൽ പക്ഷേ ഷെഡിന് പിടിച്ചു നിൽക്കാനായില്ല. 2.5 മീറ്റർ ഉയരത്തിൽ ചാടിയ വെള്ളത്തിൽ ഷെഡിന്റെ മേൽക്കൂര ഒഴുകിപ്പോയെങ്കിലും അധികം വൈകാതെ ഷെഡ് പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. എതിർ സ്ഥാനാർത്ഥി CPM സ്വതന്ത്രൻ KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് CS സുധയുടെ ബെഞ്ച് തള്ളിയത്. സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ മണ്ഡലത്തിലെ 340 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയില്ല എന്നും ഇവയിൽ 300-ഓളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നുമായിരുന്നു മുസ്തഫയുടെ വാദം.
ജില്ലയിൽ മഴയ്ക്ക് ശമനമായി. വെള്ളക്കെട്ട് ഒഴിവായെങ്കിലും നിലവിൽ ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 359 കുടുംബങ്ങളിൽ നിന്നായി 975 കുടുംബങ്ങളാണ് കഴിയുന്നത്. വഴിയരികിൽ നിന്ന് ലഭിച്ച ബാഗ് ഉടമസ്ഥന് തിരികെ നൽകി യുവാവ്. തിരുവത്ര കോട്ടപ്പുറം തിരുവത്ര സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കോട്ടപ്പുറം ഫിഷറീസ് സ്കൂളിന് സമീപത്തു നിന്ന് ബാഗ് ലഭിച്ചത്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതനുസരിച്ച് ഉടമയായ തിരുവത്ര സ്വദേശിനി കള്ളിക്കണ്ടൻ വീട്ടിൽ സരാവതിക്ക് ബാഗ് കൈമാറി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ 14ാമത് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി സംഹിതാനന്ദ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലത്ത്, ഉപദേശക സമിതി സെക്രട്ടറി സി ജയേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സബർമതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി 5 ലക്ഷം രൂപയുടെ പലചരക്ക്, തുണിത്തരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ കൈമാറി. വയനാട് 7ാം വാർഡ് അംഗവും ഫാദർ പോളിയും ചേർന്ന് ഏറ്റുവാങ്ങി. ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ, ശോഭന പുഷ്പാങ്കദൻ, ഷോണി പറമ്പൻ, ജോസ് എന്നിവർ നേതൃത്വം നൽകി. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക ഔഷധ കഞ്ഞി വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജീൻ വർഗീസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അഞ്ജന കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി. ഹെഡ് മാസ്റ്റർ PF ജോസ്, ഹെൽത്ത് ക്ലബ്ബ് കൺവീനർമാരായ P എലിസബത്ത്, ദീപ, ഷിജി എന്നിവർ സംസാരിച്ചു. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ TD സാജൻ രാജിനെ ആദരിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ ചെയർമാൻ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ടെസിൻ ഡോക്ടർ സാജൻ രാജിനെ പൊന്നാടയണിയിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി, MB സജീവ്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ആ വലിയ ആരവത്തെക്കാൾ ഹൃദ്യമായ ഒരു സ്വീകരണമാണ് ചിന്മയ മിഷൻ കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സുവർണം ചിന്മയ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റി, കോളേജ് ഇൻചാർജ് ഡോക്ടർ KE ഉഷ, പ്രിൻസിപ്പൽ P കൃഷ്ണകുമാർ, ഗോൾഡൻ ജൂബിലി ചെയർമാൻ ഗോകുല ബാലൻ, ചിന്മയ അലുമിനി ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് രമേശ്, തൃശൂർ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ RMHS സ്കൂളിലെ ഗൈഡ്സ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ലോകശാന്തിക്കായി സമാധാനത്തിന്റെ ദീപം തെളിയിച്ച് പ്രിൻസിപ്പൽ TJ ലൈസൻ കുട്ടികൾക്ക് കൈമാറി. ഇരിങ്ങാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ, ഗൈഡ്സ് ക്യാപ്റ്റൻ ജൂബി മാത്യു എന്നിവർ സന്ദേശം നൽകി. യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപികയുമായിരുന്ന മാർഗ്രറ്റ് സംഗമം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ഭാരവാഹികളായ PG സുബിദാസ്, ജോഷി കൊമ്പൻ, CF രാജൻ, CF ഷാജു, KA ബ്രിറ്റോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സാഹിത്യോത്സവ് നാളെ മുതൽ ഞായറാഴ്ച വരെ 3 പീടികയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജില്ലയിലെ 9 ഡിവിഷനുകളിൽ നിന്നുള്ള 2000 പ്രതിഭകൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ആത്മീയ സംഗമം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന ഉദ്ഘാടന സംഗമം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. SSF തൃശൂർ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി, ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ, സെക്രട്ടറി അനസ് ചേലക്കര, സെക്രട്ടേറിയറ്റ് അംഗം സലാഹുദ്ദീൻ അസ്ഹനി, സ്വാഗത സംഘം വൈസ് ചെയർമാൻ CM മുഹമ്മദ് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി 25,000 രൂപ കൈമാറി. സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് ഒരു ദിവസം കൊണ്ട് റെഡ് ക്രോസ് വളണ്ടിയർമാർ ഇത്രയും തുക സമാഹരിച്ചത്. പ്രധാന അധ്യാപിക ഷാലി കാദറിനെ ഏൽപ്പിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിച്ചു.
കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ 10 ഇലകളുടെയും 10 ഇല കറികളുടെയും ദശപുഷ്പങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. അധ്യാപകരായ ഗീതാ സുബ്രഹ്മണ്യൻ, P. ധന്യ, പ്രധാന അധ്യാപിക VC രേഖ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അരിമ്പൂർ വിദ്യാരണി വിദ്യാനികേതൻ സ്കൂളിൽ ഗണിതശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വിവിധ ഇനം ചാർട്ടുകൾ, പരീക്ഷണങ്ങൾ, സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ കളക്ഷൻസ് തുടങ്ങിയവ സജ്ജമാക്കിയിരുന്നു. സ്കൂൾ മാനേജർ ശ്രീരേഖ നാരായണൻ, ഹെഡ് മിസ്ട്രസ് VS രമ്യ, വിദ്യാലയ സമിതി സെക്രട്ടറി വിനോദ് കുന്നമ്പത്ത്, ജോയിന്റ് സെക്രട്ടറി തിലകൻ, പ്രോഗ്രാം കോർഡിനേറ്റർ അമിത, വിദ്യ, ജിബി ജോയ് എന്നിവർ പങ്കെടുത്തു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചു. കോടാലി ആൽത്തറ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ റാലി പഞ്ചായത്ത് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന മാർച്ച് പാസ്റ്റിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB സല്യൂട്ട് സ്വീകരിച്ചു. അത്ലറ്റിക് മീറ്റിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് മഞ്ജു സജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ്, പ്രിൻസിപ്പൽ V. പ്രീത, പ്രധാന അധ്യാപിക KG ഗീത, SMC ചെയർമാൻ സുഭാഷ് ചന്ദ്രബോസ്, വിജയൻ മുണ്ടയ്ക്കൽ, അഖില എന്നിവർ സംസാരിച്ചു. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിലെ വിദ്യാർത്ഥികളും PTAയും ചേർന്ന് സമാഹരിച്ച 30,000 രൂപ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറി. സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, മാനേജർ ഫാദർ ഏബിൾ ചിറമൽ, PTA പ്രസിഡന്റ് സുനിൽകുമാർ, വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് ഹനാൻ, കൃഷ്ണേന്ദു എന്നിവർ ചേർന്ന തുക തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PM അഹമ്മദിന് കൈമാറി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ചെറുകഥാകൃത്ത് N. രാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷത വഹിച്ചു. M. തങ്കമണി, ബിജു ഓലേക്കാട്ടിൽ, ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബിർ തൃത്തല്ലൂർ തന്റെ ഓട്ടോറിക്ഷയിൽ ഇന്നത്തെ ഓട്ടത്തിലൂടെ കിട്ടുന്ന മുഴുവൻ വരുമാനവും വയനാട്ടിലെ ദുരിതബാധിതരുടെ സഹായത്തിന് കൈമാറി. കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KR കല, HM ചാർജ് നിഷ, NSS കോർഡിനേറ്റർ അനിത തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ, കാരുണ്യ പ്രവർത്തകനായ സന്തോഷ് വെളുത്തൂർ എന്നിവർ സന്നിഹിതരായി. സൈക്കിൾ വാങ്ങാനായി കരുതിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് JBS സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി റോഷിക ദാസ്, സ്കൂൾ പ്രധാന അധ്യാപിക ലതിക, PTA പ്രസിഡന്റ് CK വിനോദ് എന്നിവർ ചേർന്ന് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ഏറ്റുവാങ്ങി. ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിൽ ഹരിദാസ് റീത്ത ദമ്പതികളുടെ മകളാണ് റോഷിക ദാസ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,350 രൂപ, പവന് 50,800 രൂപ, വെള്ളി ഗ്രാമിന് 86 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,092 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. എങ്ങണ്ടിയൂർ വിനായകന്റെ മരണത്തിൽ പോലീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് DVSP BA ഉല്ലാസാണ് റിപ്പോർട്ട് നൽകിയത്. മഴ മാറിയതോടെ തൃശൂർ കുന്നംകുളം റോഡിൽ പൊടിശല്യം രൂക്ഷം. റോഡിലെ കുഴികളിൽ തള്ളിയ കോറി വേസ്റ്റാണ് യാത്രക്കാർക്ക് ദുരിതമായത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കയ്പമംഗലത്ത് കനോലി കനാലിന്റെ തീരത്ത് ആരംഭിച്ചു. കാക്കാത്തിരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. അകമലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വനപ്രദേശത്തോട് ചേർന്നുള്ള വീടുകളുടെ പറമ്പിലാണ് ആനയിറങ്ങിയത്. ഓണപരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ്. സെപ്റ്റംബർ 3 മുതൽ 12 വരെ ഓണപരീക്ഷ നടക്കും.
ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി റിവേഴ്സ് ലൂയിസ് തുറന്ന വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.